സങ്കീർത്തനങ്ങൾ 136 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഓർമ്മിക്കുക, ഏറ്റുമുട്ടലുകളല്ല, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയാണ് വേണ്ടത്. പാപിനിയും രക്ഷകനും കണ്ടുമുട്ടിയപ്പോൾ ഈശോയാകുന്ന നന്മ കൊണ്ട് ആ തിന്മയുടെ ശക്തിയെ കീഴടക്കി. അങ്ങനെ അവളുടെ ജീവിതം മാറ്റിമറിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈശോയുടെ നീണ്ട നിശബ്ദതയാണ്. ദൈവിക സ്വരം ആ പാപിനിയുടെയും അവളുടെ മേൽ കുറ്റം ആരോപിച്ചവരുടെയും അന്തരാത്മാവിൽ ചലനം സൃഷ്ടിക്കുവാനായിരുന്നു. ഈശോ ഉദ്ദേശിച്ചതുപോലെ അത് രണ്ടു കൂട്ടരിലും മാറ്റത്തിനു കാരണമായി. അവളെ കല്ലെറിയാൻ വന്നവർ കല്ലുകൾ ഉപേക്ഷിച്ച് മ്ലാനരായിപ്പോയി. അവൾ ഈശോയെ കർത്താവേ എന്ന് വിളിച്ച് പശ്ചാത്താപ വിവശയായി. ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുവാനും ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനും അവൾക്ക് കാരണമാകത്തക്ക വിധം ആ നിശബ്ദതയിൽ ദൈവിക സ്നേഹം ചൊരിയുകയായിരുന്നു. രണ്ടാമത്തെ പാപിനി ഈശോ ശിമയോന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അവിടുത്തെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും പാദങ്ങൾ ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തവളാണ്. അവളെ കുറ്റം വിധിക്കുന്നതിനു പകരം നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനമാണ് ഈശോ ഉച്ചരിച്ചത്. ദൈവപിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഏറ്റവും ദൃശ്യമായ അടയാളമാണ് ക്ഷമ. സുവിശേഷത്തിലുടനീളം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മാതൃക ഈശോ പഠിപ്പിച്ചു തരുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന കുരിശിലെ പ്രാർത്ഥനയിലൂടെ ക്ഷമിക്കേണ്ട രീതി അവിടുന്ന് കാണിച്ചു തന്നു. അങ്ങനെ കരുണ ദൈവപിതാവിന്റെ സൗജന്യദാനമാണെന്ന് ഈശോ തെളിയിച്ചു. കാരണം ദൈവം കാരുണ്യവാനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവകരുണയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള ഏക യോഗ്യത അനുതാപമാണ്. അനുതപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന അവിടുന്ന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് സ്നേഹപൂർവം കരുണ വർഷിച്ച് കടന്നുവരുന്നു. കരുണാർദ്രമായ ദൈവസ്നേഹം അനുഭവിച്ചും മറ്റുള്ളവരോട് ക്ഷമിച്ചും നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനും രൂപാന്തരപ്പെടുത്തുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കവിയണമേ. മാലിന്യം നീക്കി എന്നെ പൂർണ്ണനാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞു കവിയണമേ. മാലിന്യം നീക്കി എന്നെ പൂർണ്ണനാക്കണമേ. ഞാനെന്നും അങ്ങയോടൊന്നു ചേരാൻ, ഞാനെന്നും നിൻ ശക്തിയിലായിരിപ്പാൻ, ഇന്ദ്രജയം ഞാൻ പ്രാപിക്കുവാൻ അങ്ങനെ പൂർണ്ണനാക്കണമേ. ഓ കരുണക്കടലേ, കരുണാനിധിയേ, കനിയണമേ അടിയനു നീ. ഓ കരുണക്കടലേ, കരുണാനിധിയേ, കനിയണമേ അടിയനു നീ. ഇരുളിൻ ശക്തിയെ തകർത്തു മാറ്റുവാൻ